ഹേയ് ഓൾ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ നബിദിനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നബിദിനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒന്നടങ്കം എല്ലാവരും ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഓണമാണെന്ന്, അതായത് തിരുവോണമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഞാനൊരു ഓണാശംസകൾ നിങ്ങൾക്ക് അങ്ങ് നേരെയാണ്. ഓക്കെ, അപ്പോൾ തിരിച്ചും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയായിട്ടൊന്നുമില്ല. വീട്ടിൽ സദ്യ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഫാമിലി എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി സദ്യ കഴിക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷത്തിന് ഓണത്തിന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ ഓണവും നബിദിനും ഇതേപോലെ ഒരു ദിവസം മുന്നിലും പുറക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പാലക്കാടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഉമ്മായൊക്കെ ഉമ്രയ്ക്ക് പോയിക്കാൻ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു ഓണം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് സദ്യ വാങ്ങി അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കഴിക്കണത്. പക്ഷേ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ, അതായത് ഭയങ്കര ആഡംബരമായിട്ടുള്ളതൊന്നുമല്ല, അതായത് ഇഞ്ചി, അച്ചാറ്, പച്ചടി, കിച്ചടി, സാമ്പാർ, പരിപ്പ്, അത്യാവശ്യം കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു സദ്യ. അപ്പോൾ എനിക്കിന്ന് ഓൾറെഡി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇവിടെ വിളിച്ചിട്ടുണ്ട് സദ്യ കഴിക്കാൻ പോകാൻ. അപ്പോൾ അങ്ങോട്ടേക്കും പോകണം. അതുമാത്രമല്ല, വീട്ടിലിപ്പോൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരുമിച്ച് പിന്നെ സദ്യയൊക്കെ ഉണ്ടായി കഴിക്കാനുള്ളൊരു കൂട്ടായിട്ടിരുന്ന് കഴിക്കാനുള്ളൊരു തീരുമാനമുള്ളതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെയും പോകണം അവിടെയും പോകണം. അപ്പോൾ നാട്ടിൽ പിന്നെ ഓണപ്പന്ത് കളി കാര്യങ്ങളൊക്കെ, ക്ലബിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗംഭീരമായിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കും പോകണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവോണ ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മാമായും മാമിയും എല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പിന്നെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഇന്നലെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഉള്ളിലുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനൊരു പിന്നെ വെള്ള ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തു. ഏതായാലും നമ്മൾ നമ്മുടെ നാട്ടിലെ ഫെസ്റ്റിവൽ എന്നാലും അപ്പോൾ പ്രത്യേകിച്ച് ജാതി മത ഭേദം അങ്ങനെ ഒന്നുമില്ല. ഓണം വന്നാൽ ആ രീതിക്ക് നമ്മൾ അതിൻ്റെതായ കുറച്ച് ആഘോഷങ്ങളായിട്ട് അങ്ങനെ പോവും. ക്രിസ്മസ് ആണെങ്കിൽ അതങ്ങനെ പോവും, നബിദിനാണെങ്കിൽ അതങ്ങനെ, പെരുന്നാളാണെങ്കിൽ അതങ്ങനെ. അതാണ് ഒരു രസം ശരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ബിലീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളെല്ലാവരും ഒന്നടങ്കം ആഘോഷിക്കണതല്ലേ നമ്മുടെ ഫെസ്റ്റിവൽ. നമ്മളല്ലാതെ വേറെയാണ് ആഘോഷിക്കണത്. എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നാട്ടിലെ ഓണം മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അവിടെ ഓണപരിപാടിയും കാര്യങ്ങളും, അതായത് പ്രവാസി കൂട്ടായ്മയും ഓരോ പ്രവാസി ഒരുമ കാര്യങ്ങളൊക്കെ സംഘടനകളും ഗ്രൂപ്പൊക്കെ ചേർന്നിട്ട് അവിടെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്, സദ്യ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളവിടെ ഓണം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ചിലപ്പോൾ ഓണം പരിപാടി, കേരളപ്പിറവി, ആ ഒരു ഇതൊക്കെ അടുത്തടുത്ത മാസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഒക്ടോബർ സെപ്റ്റംബറിലൊക്കെ ഓണം വരുമ്പോൾ ഓണപ്പരിപാടി ഉണ്ടാവും. പിന്നെ നവംബറിൽ കേരളപ്പിറവി പരിപാടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഗൾഫിൽ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഓണം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുക്കളയിലെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വിശേഷങ്ങളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഉപ്പാപ്പായൊക്കെ രാവിലെ എത്തിയില്ലേ? അപ്പൊ ഓണമായിട്ട് എന്താണ് വിശേഷം? നല്ല വിശേഷങ്ങൾ. മഴയുണ്ടല്ലേ? മഴ 2 ദിവസം കൊണ്ട് മഴ ഉണ്ടായിരുന്നല്ലേ? നബിദിനത്തിന് മഴ, ഓണത്തിന് മഴ, ഒന്നടങ്കം മഴയാണ്. അപ്പോ നമ്മളെ നാട്ടിപ്പതേ ഈ ഒരു സമയത്തൊക്കെ കുറച്ച് തെളിഞ്ഞിട്ട് കാണണം. എന്നാലും ചെറിയ മഴക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഓണവും കാര്യങ്ങളൊക്കെ വെള്ളത്തിലാവുമെന്നാണ് നമുക്ക് പേടി അല്ലേ? ആൾക്കാർ അത്തപ്പൂക്കളവും ഒക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ കൊടുത്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ മഴ പെയ്ത് കഴിഞ്ഞാല് ഫുള്ള് ഓണം വെള്ളത്തിലാവും അല്ലേ? കോടിയെല്ലാം പഴയ ഇതാവും. കോടി കരിമ്പനടി. പുതുകോടിയല്ലേ? പുതുക്കോടി. ഓണക്കോടി എല്ലാം വെള്ളം നനഞ്ഞാല് കറുത്ത ബ്ലാക്ക് മാർക്കൊക്കെ വീഴും. അപ്പൊ എന്തായാലും പപ്പ ഇവിടെ ഉണ്ട്. ഭക്ഷണം കഴിച്ചില്ലേ? ചായം കടിയൊക്കെ കുടിച്ചില്ലേ? കുടിച്ചു. പിന്നെ അടുക്കളയില് സദ്യ കാര്യങ്ങളൊക്കെ തകർത്തുണ്ടാക്കുന്നുണ്ട് എല്ലാരും കൂടി. അപ്പൊ എന്താണെന്ന് നോക്കി വെക്കാൻ പോയിട്ട്. ഓക്കെ, അടുക്കളയിൽ വന്നപ്പോ രണ്ടാള് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ജോലി ചെയ്യാണ്. തകൃതിയിലുള്ള ജോലിയാണ്. ഒന്ന് മാമി, മറ്റത് ഒന്ന് ഉമ്മായുമാണ്. അപ്പോ അടുക്കളയിലെ കോലം കണ്ടിട്ട് ആരും അടുക്കള എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കരുത്. കാരണം നല്ല പണിത്തിരക്കിന്റെ ഇടയിലാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അവര് അടുക്കളയിൽ തകൃതിയായിട്ട് പണി നടക്കുമ്പോൾ എല്ലാ വീട്ടിലും അടുക്കള ഇങ്ങനെ തന്നെ ആവും. അപ്പോൾ അതൊക്കെ ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒതുക്കി റെഡിയാക്കി വെക്കും ഗൈസ്. അപ്പോൾ വാഴയില എവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നമ്മ?
അതിന്റെ അലാനൊക്കെ കുറച്ചും കൊണ്ടുവന്നു. അലങ്ങക്ക് പ്രത്യേകം കൊണ്ടുവന്നല്ലേ? ആ, അത് ശരി. അപ്പൊ ഈ കുട്ടിക്കൊണ്ട് വന്നേ. അപ്പൊ രാവിലെ പോയിട്ട് നമ്മുടെ പിന്നെ തോട്ടത്തിൽ പോയിട്ട് മാമനും ഉപ്പയും കൂടി വെട്ടിക്കൊണ്ട് വന്നതാണ്. ഓരോരുത്തർക്ക് പ്രത്യേക ഇലയൊക്കെ ഉണ്ടേ. അലാനാക്കുണ്ട്, എനിക്കുണ്ട്. ആൾക്കാരുടെ സൈസിനനുസരിച്ചിട്ടാണ് ഇല. ഇത്ര ഇല എന്താ ഇവിടെ കല്യാണ പരിപാടിയോ? ഓണസദ്യ. ഓണസദ്യ നമ്മളെല്ലാത്തിനും ഇവിടെയാണ് ഓണം. അല്ല അതൊക്കെ ഇതിപ്പോ എത്രണ്ണോ 19 ഇല്ലേ ഇത്? 15 അത്രേ ഉള്ള അപ്പൊ ഒരുപാടായിട്ട് തോന്നി. എന്നാ കുഴപ്പമില്ല അവിടെ നോട്ടെ. അപ്പൊ നിങ്ങളെന്താണ് ഇവിടെ പരിപാടി? ഞാൻ ഇവിടെ പാത്രം കഴുകുന്നു. ഒരാള് പാത്രം കഴുകുന്നു, ഒരാളവിടെ ചെറിയുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ താരം ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് പരിപാടി? സദ്യവട്ടം. സദ്യവട്ടം ഇരിക്കുകയാണ്. പായസം എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കി വെക്കാം. പരിപ്പായിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, കടുക് താളിക്കാം പോണേ ഉള്ളൂ. പച്ചടി ആയിട്ടുണ്ട്. ഇത് ചുവന്ന പച്ചടി. കിച്ചടി എവിടെ ചിക്കൻ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞു. ബിരിയാണി ചിക്കൻ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ഫുള്ള് സദ്യ. ഇന്ന് സദ്യ മൂട്. അവിയൽ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരൻ ആവാനുണ്ട്, പായസം ആവാനുണ്ട് അല്ലേ? പിന്നെ ഇഞ്ചി നാരങ്ങ മാങ്ങ ഈ സംഭവങ്ങളെല്ലാം പിന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ടെ ഇതെന്താ സാധനം? ഇത് ഇഞ്ചിക്കറി, ഇത് നാരങ്ങ, മാങ്ങാച്ചാറില്ലേ? മാങ്ങാച്ചാർ ഇപ്പൊ കുഞ്ഞുമ്മ കൊണ്ടുവരും. ഓക്കെ, മാങ്ങാച്ചാർ ഇപ്പൊ കുഞ്ഞുമ്മ കൊണ്ടുവരും. അവരുടെ സ്വന്തമായിട്ട് അച്ചാറിന്റെ പരിപാടി ഉള്ളതുകൊണ്ട് അച്ചാറ് കുഞ്ഞുമ്മ കൊണ്ടുവരും അല്ലേ? വാപ്പോടെ പോയി ആഹാരം കഴിക്കാനുണ്ട്. അപ്പൊ സദ്യക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട് അല്ലേ? പച്ചടിക്കുള്ളതാണ് വെള്ളപ്പച്ചടി. എങ്ങനെ? തൈര് പച്ചടി. തൈര് ഒഴിച്ച് റെഡിയാണ്. പിന്നെ ഇല്ലാത്തത് ചക്കര ഇരട്ടി ചിപ്സും പഴവും മാത്രം. പഴമുണ്ട്, ചക്കര ഇരട്ടി ചിപ്സ് മാത്രമേ ഇല്ലാതെ ഉള്ളു. ഓ കംപ്ലീറ്റ് സദ്യ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതിന് ചെറിയൊരു തിരുത്തമുണ്ട്. ബൂന്തിയൊക്കെ ഉണ്ടല്ലോ. ഈ സാധനത്തിന് ഞങ്ങള് ബൂന്തിയിലാണ് കേട്ടോ പറഞ്ഞത്. ഈ മധുരമുള്ള സാധനത്തിന് ബൂന്തി കൊണ്ടുവന്നിട്ടുണ്ട്. നോട്ടെ, ചക്കര ഇരട്ടി ഉണ്ട്. മോനെ അപ്പൊ പിന്നെ അടിപൊളി. പിന്നെ പായസം വെക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കണത്. ഇത് സദ്യക്ക് വെക്കാനുള്ള സാധനം. അപ്പൊ ഒരു ഇതെല്ലാം റെഡി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സദ്യ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇത് എങ്ങനെ വിളമ്പേണ്ട രീതി എന്നറിയോ ആർക്കെങ്കിലും? അല്ല, നിങ്ങൾക്കറിയാന്നാ ചോദിച്ചത്. ഞാന് കുറെ നാള് കാറ്ററിംഗ് ഈ പിന്നെ ചോറ് വിളമ്പാന് കല്യാണ പരിപാടിക്കൊക്കെ പോയുള്ളതുകൊണ്ട് എനിക്കറിയാം ഏതൊക്കെ വെക്കണമെന്ന്. ചിപ്സ്, പിന്നെ വറ്റല്. വറ്റൽ എന്തോ വറ്റൽ മുളകാ? ശർക്കര വരട്ടി, ചിപ്സ്, പഴം, ഇത് ചിപ്സ്, ഈ വറ്റല്, വറ്റല്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി നാരങ്ങ അച്ചാറ് അല്ലേ? നാരങ്ങ അച്ചാറാ? അല്ല, നാരങ്ങ പുളി, ഇഞ്ചി നാരങ്ങ മാങ്ങ അച്ചാർ. പിന്നെ വെള്ളപ്പച്ചടി, ചുവന്ന പച്ചടി, തോരൻ, അവിയല്, കൂട്ടുകറിയൊക്കെ ഇടയ്ക്കല്ലേ വെക്കണം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, വെള്ളപ്പച്ചടി, ചുവന്ന പച്ചടി, ഇടയ്ക്ക് ഒരു മഞ്ഞപ്പച്ചടി വരും, പൈനാപ്പിൾ പച്ചടി. അതിനുശേഷം വരണത് തോരൻ, അതിനുശേഷം അവിയല്, പിന്നെ കൂട്ടുകറി, പിന്നെ അവരുടെ രീതിക്ക് അനുസരിച്ച് ചമ്മന്തി ഉള്ളവരുണ്ടാവും. കൂട്ടുകറി ചിലപ്പോൾ അതിൽ ഒന്നിലധികം മത്തം കറി ഉള്ളവരുണ്ടാവും. അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. ആദ്യം വെക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചക്കര വരട്ടി 2 പീസ്, 1-2 പീസ്, ഇത് 2 പീസ്. അതിന്റെ മുകളിൽ പപ്പടം വരും. പഴം വരണത് ഇലയുടെ നേരെ താഴെ ആയിരിക്കും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഇല ഇടുമ്പോ നമ്മള് കാണിച്ചുതരാം. ഈ ഒരു ഇല ഇടുമ്പോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ഒരു ഇലയുടെ തുമ്പ് വരാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഇനി വെട്ടിയിട്ടുള്ള ഇലകൾ ഉണ്ടാവും. വെട്ടിയിട്ടുള്ള ഇലകളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ലൈൻ കണ്ടു, ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സൈഡിലാണ് തുമ്പ് വരാൻ. ഇതിന്റെ ഈ ഭാഗത്താവും നമ്മുടെ ചിപ്സും ചക്കര വെട്ടിയും വരണത്. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് പഴം വെക്കും. പഴം വെക്കുന്നതിന് രീതിയുണ്ട്. ഈ പഴത്തിന്റെ ഈ മൂട് ഭാഗമല്ലേ, അതിങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലുള്ള പഴം വെക്കാനുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ട്. വിളമ്പുമ്പോ നമ്മൾ അവർക്ക് ഇപ്പൊ സദ്യ എന്ന് പറയുമ്പോൾ ഹിന്ദുസ് കല്യാണത്തിനാണ് മെയിൻ ആയിട്ട് സദ്യ. അപ്പൊ വെക്കുമ്പോൾ നമ്മൾ അതിന്റെ രീതിക്ക് നമ്മളത് വിളമ്പണം. അതിന്റെ മുകളിൽ വേണം പപ്പടം വെക്കാനും. പിന്നെ ഇവിടെ ഇഞ്ചി മാങ്ങ നാരങ്ങ എങ്ങനെ നാരങ്ങ മാങ്ങ തൊടുകറി ഇങ്ങനെ വന്ന് ഈ ലൈൻ ഫുള്ള്. ചോറിന് പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പിന്നെ പച്ചമോര്, പിന്നെ രസം അല്ലേ? ഇല്ല, ഇതിനിടയ്ക്ക് പായസം വരും.
പിന്നെ പരിപ്പ്. മോരും പരിപ്പ് സാമ്പാർ. ആദ്യം പരിപ്പ് ഒഴിക്കും, രണ്ടാമത്തെ റൗണ്ടിൽ സാമ്പാർ ഒഴിക്കും, അടുത്ത റൗണ്ടില് അടപ്പായസം, അതിനുശേഷം കടലപ്പായസം, അതിനുശേഷം ചില ആൾക്കാർ ബോളി എന്ന് പറഞ്ഞ സംഭവം വയ്ക്കും, അതായത് ഒരു മഞ്ഞ കളർ അപ്പം പോലത്തെ ആ അപ്പം ഒഴിച്ചിട്ട് അതിന്റെ മുകളില് പാൽപ്പായസം അല്ലെങ്കിൽ നമ്മുടെ കുർമസല്ലി പായസം, പാൽപ്പായസം. അത് കഴിഞ്ഞിട്ട് ചോറിട്ടതിന് ശേഷം പുളിശ്ശേരി, അതിനുശേഷം രസം, അതിനുശേഷം പച്ചമോരോട് കൂടി സദ്യ കൊടിയിറങ്ങി. അതാണ് സദ്യയുടെ കൂട്ടിന്റെ രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വിളമ്പാൻ പോണവർക്ക് ഓർഡർ അനുസരിച്ച് വെച്ചില്ലെങ്കിൽ പറ്റൂലല്ലേ? ഓർഡർ അനുസരിച്ച് വെക്കണം. കാരണം ഇത്രയും 10, 12, 13, 15 തൊടുകളുള്ള കല്യാണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വെക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെച്ച് പോകണം. അതേപോലെ തന്നെ കറികൾ വെക്കുമ്പോൾ കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാൻ പാടില്ല. മിക്സ് ആവുമ്പോൾ അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അതേപോലെ കറി തെറിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഓരോ സ്പൂൺ വെച്ച് അടിച്ചടിച്ച് പോകണം. ചിലപ്പോ ഒറ്റ പന്തിയില് 400, 500 ആൾക്കാരൊക്കെ ഇരിക്കണം. അപ്പൊ ഈ 500 ഇലയും ഒരാളായിരിക്കും ഒരു കറി ഫുൾ അടിച്ചു പോണത്, പട്ട അടിച്ചു പോണത് ഒരാളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലയിൽ തട്ടാൻ പാടില്ല, നമ്മൾ സ്പൂണ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ. അങ്ങനെ ഓരോ രീതികൾ. ഇനിയിപ്പോ വേറെ രസമുണ്ട്. വടക്കോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കൊല്ലത്തുള്ള ഒരു ഏരിയയിലോട്ട് ഈ കറികൾ വയ്ക്കില്ല, തൊടുകറികൾ, ഇതിന് ഓടുന്ന വ്യത്യാസം വരും. അവിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ അവിയൽ തുടങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. തിരിച്ചിട്ട് കഴിക്കണ ഒരുപാട് സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അറിയാത്തത് കൊണ്ടാണോ അത് ഇനി ഇടുന്നത് മാറി പോണത് കൊണ്ടാണോ എന്നറിയില്ല. ശരിക്കും നമ്മൾ എപ്പോഴും വാഴയില ഇടുമ്പോ ഞാൻ കാണിച്ചെന്ന പോലെ ഈ ഒരു ഇലയുടെ തുമ്പ് എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഈ ഇലേന്റെ ഈ ഒരു ഭാഗം വരാനുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ആരെയൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടു. അതൊക്കെ അറിയാതെ ഇടുന്നതായിരിക്കാം. ആരെങ്കിലും ഇങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ പറയും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു ഭാഗവും അത് ലെഫ്റ്റ് സൈഡിലും പറഞ്ഞ രീതിക്ക് മാത്രമാണ് ഇല ഇടുന്നതും സദ്യ വിളമ്പുന്നതും അതിൽ നമ്മൾ സദ്യ കഴിക്കുന്നത്. അതേപോലെ ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ഇല മടക്കണതിനൊരു രീതിയുണ്ട്. ഇങ്ങോട്ട് മടക്കണം. അതായത് ഞാൻ കണ്ടുള്ള ഒരു 99% ആൾക്കാർ കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കരുത്. നമ്മള് കഴിച്ചിട്ട് ഇങ്ങോട്ട് നമ്മളങ്ങോട്ട് നമ്മളിരിക്കുന്ന ഭാഗത്ത് നമുക്ക് നാളെ വേണം. മനസ്സിലായില്ലേ? അല്ല, തിരിച്ചു മടക്കുന്നതിൽ അങ്ങനെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിന്റെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും അതിന്റെ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ കഴിച്ചതിന് ശേഷം ഇല മടക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇങ്ങനെ വേണം ഇല മടക്കാൻ. അല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഇല മടക്കാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ആ ഒരു സയൻസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല. നമുക്ക് കഴിച്ചിട്ട് അന്നമാണ് നമ്മൾ കഴിക്കുന്നത്. ആഹാരം കഴിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് നാളെ വേണം അന്നം, നമുക്ക് നാളെ കിട്ടണം, നാളെ ഇങ്ങോട്ട് വരണം എന്നുള്ള രീതിക്കാണ്. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഓരോ ചെറിയ അറിവും ഓരോ അറിവും ചെറുതല്ലാന്ന് മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മളാരും ഇപ്പോ വയറ്റിൽ നിന്ന് പഠിച്ചിട്ട് വരണതൊന്നുമല്ല. ഇതേപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ മുതൽ കാറ്ററിംഗ് വിളമ്പാൻ പോയിട്ടുള്ള ആളാണ്. അവിടെ നിന്നൊരു 6-7 കൊല്ലത്തോളമൊക്കെ ഞാൻ കാറ്ററിങ്ങിന് വിളമ്പാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ ബിരിയാണിക്കായാലും സദ്യ പരിപാടി ആയാലും ഒരു എല്ലാ പരിപാടിക്കും പോയിട്ടുള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കിട്ടിയ കുറച്ച് അറിവുകളാണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുക്കളയിൽ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. സംഭവങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഞാനിനി നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പന്തുകളി കാര്യങ്ങൾ ഓണപ്പരിപാടിയൊക്കെ നടക്കുകയാണ്. ഒന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? ഓക്കെ. ഇന്നലെ ക്യാരംസ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പോയിട്ട് സെക്കൻഡ് പ്രൈസ് അടിച്ചു. ഇന്ന് ക്യാരംസ് ടൂർണമെന്റ് ഇല്ല. മൊത്തം 12 ടീം ഉണ്ടായിരുന്നു ഇന്നലെ. അതിൽ ഫസ്റ്റും സെക്കൻഡും നമ്മളെ ടീമിന് തന്നെയാണ് കിട്ടിയത്. സെക്കൻഡ് ഞാനും വേറൊരു നമ്മുടെ സുഹൃത്തുക്കളിൽ കളിച്ചത്. അതിന് നമുക്ക് സെക്കൻഡ് കിട്ടി. ക്യാഷ് പ്രൈസ് ആണ്. ഓക്കെ. ഞാൻ വർഷം കഴിക്കുന്ന പോരാൻ വേറൊരു സദ്യ സൽക്കാരം ഒന്നുണ്ട്. പക്ഷെ വീട്ടില് ഇതുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഒഴിവാക്കാനും പറ്റില്ല. അതും നമ്മൾ ക്ഷണിച്ചേണ്ട, അതും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും എല്ലാത്തിനും നമുക്ക് പങ്കെടുക്കണം. ഓക്കെ. അപ്പൊ എന്തായാലും ഞാനൊന്ന് ഒക്കെ പോയി കണ്ടിട്ടൊക്കെ വരാം ഗൈസ്. ഇനി വീഡിയോയിലൊന്നും ഇതുവരെ പെടാത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരാം. ഒരാള് ദേ ഇവിടെ ഓണക്കോടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. എന്താണിത്? ഹാപ്പി ഓണം. എന്താ പരിപാടി ഇവിടെ?
അല്ലാ കുളിച്ച് മുടിയൊക്കെ കോരി ഇതെന്താ കമ്പിവളയൊക്കെ ഇട്ടു. ആ ഇനി ഓണക്കോടി നോക്കട്ടെ. പടച്ചോനെ പട്ടുടുപ്പ് പാവാട എനിക്ക് വയ്യ. എന്താ ഇപ്പൊ ലെവല്? അലാന എന്താ നിന്റെ ലെവല്? അടിപൊളി. ഓണക്കോടി ഇട്ടു. മീസ് അങ്ങനെ ചക്കര ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരുങ്ങി കഴിഞ്ഞിട്ട് അബ്ബ വരാം. ഓക്കെ, അപ്പൊ ഒരുങ്ങി റെഡിയായതിനു ശേഷം അബ്ബ വരുന്നതായിരിക്കും. എന്തായാലും ഒരുങ്ങിക്കോട്ടെ. ഗായ്സ്, അങ്ങനെ നമ്മള് ഓണക്കോടിയൊക്കെ ഇട്ടു, തലയിൽ സ്ലൈഡ് വെച്ചു, കണ്ണെഴുതി. ഇതാണ് എന്റെ കുട്ടിന്റെ ഓണക്കോടി. ഷൂസ് ഇട്ടു. ഏതാ ഷൂസ്? തിളങ്ങണ ഷൂസ്. എനിക്ക് വയ്യ. ഇതെന്താത്? ആരാ നിക്കണ്? ആരാ നിക്കണത്? ഇത് അനാന എവിടെ? അനാന ഓണം തൂക്കി. ഗായ്സ്, നമ്മളെ വീട്ടിലെ ഓണം എന്റെ കുട്ടി നോക്കി. അനാന അല്ല അനാന. ഗേസിന്റെ കുട്ടീന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് കമന്റ് ചെയ്യും കേട്ടോ. കുട്ടീന്റെ ആദ്യത്തെ ഓണാണ്. ആദ്യത്തെന്ന് പറയുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അവളൊന്ന് വളർന്ന് റെഡി ആയതിനു ശേഷമുള്ള ഓണം. കഴിഞ്ഞ ഓണത്തിനൊക്കെ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞി പൈതലിന്. അതെന്താ ഏതാ ചീരി? മേമ വന്നു. ഇതെന്താ സാധനം? ഹാപ്പി ഓണമൊക്കെ പറഞ്ഞിട്ട് ആർക്ക്? അമ്മക്കില്ല. അല്ല കൊച്ചിലെ നമ്മക്ക് വാങ്ങി തന്നോണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഓണസമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഓണസമ്മാനം കിട്ടി. വാങ്ങിച്ചോ? വാങ്ങിച്ചോ? ഓണസമ്മാനം വാങ്ങിച്ചോ? കിട്ടി 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 കിട്ടി. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ഇത് അബ്ബ സ്വീകരിച്ചിരിക്കുന്നു. എന്തായിരുന്നു? ഉപ്പ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഉപ്പ മേമാരെ ചോദിച്ചു. ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പ എവിടെ? ഉപ്പ വന്നില്ല. ഉപ്പ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അതെന്താ പോയി? ഓഫ് ചെയ്യടി, ഓഫ് ചെയ്യും. നോക്കട്ടെ ഓണസമ്മാനം. ഓണസമ്മാനം. അടിപൊളി അടിപൊളി അടിപൊളി. പാവാടയും ഉടുപ്പും നിക്കറും. പാവാടയും സോറി ഉടുപ്പും നിക്കറും. പൂച്ചേന്റെ പടമൊക്കെയുള്ള നിക്കർ. അതെല്ലാം അടിപൊളി ആയിട്ടുണ്ട്. മനോഹരമായി കൈപ്പെടുക. ഒന്നാമത്തെ ചാൻസ് മത്സരങ്ങൾ നല്ല തൊഴിൽ കളിക്കുന്ന 4-8 കാൽപന്ത് മികച്ച കൈപ്പത്തുകൾ 4-9. കളിക്കുന്നതാണ് 5-8. രണ്ടാമത് ചാൻസ് ആണ്. 5-9. ഒമ്പതാമത്തെ കൈപ്പത്താണ്. അങ്ങനെ ചക്കരയും ഇവിടെ ഒരുങ്ങി സുന്ദരിയാവാൻ വേണ്ടി നോക്കി സുന്ദരി ആയിരിക്കുകയാണ്. സുന്ദരിയാവാൻ നോക്കിയെന്ന് പറഞ്ഞാൽ വിചാരിക്കും സുന്ദരി അല്ല എന്നാണ് ഞാൻ പറയണത്. അതൊന്നും സുന്ദരിയാണ് കേട്ടോ. അപ്പോ തിരുവോണമായിട്ട് ചക്കരയും ഒരുങ്ങി അടിപൊളിയായിട്ടുണ്ട്. ചക്കരെ, എന്താണ് തിരുവോണമായിട്ട് പറയാനുള്ളത്? സുഖമായി ജീവിക്കാണ്. മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാ വെച്ചപ്പോ അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ സുഖമായിട്ട്
പോവാണല്ലേ? ഓക്കെ. അപ്പൊ അക്കുതേ എവിടെ പോയി ഓണസദ്യ കഴിച്ചിട്ട് വരികയാണ്. അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ എവിടെ പോയി കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഓണസദ്യ കഴിച്ചാ? അപ്പൊ ഇവിടെ സദ്യ ഉള്ളതാ? അത് പിന്നെ കഴിക്കാം. ഓക്കെ. അപ്പൊ അക്കു കഴിച്ചു. ചക്കര സദ്യ കഴിച്ചടി? ഇല്ല, ചക്കര സദ്യ കഴിച്ചിട്ടില്ല. എങ്ങനെ ഒരുങ്ങിന്ന് പറയണ്ട, ഞാൻ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. ഇനിയിപ്പോ ആൾക്കാര് പറയും എന്താ നിങ്ങളെ ലെവല്, ഓണമായപ്പോ കൊറേ പട്ടുസാരി കൊടുക്കണു, കൊറേ കുട്ടിക്ക് പാവാട കൊടുക്കണു, കൊറേ സദ്യ കൊടുക്കണു. പൊന്നാര മക്കളെ, ഓണം എന്ന് പറയണത് ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ അങ്ങനെ ആരും വേർതിരിവ് വെച്ച് കാണരുത്. കാരണം സംഭവം ഒരു പിന്നെ എന്താണ്, ഒരു ഹിന്ദു ആചാരപ്രകാരം ഹിന്ദുക്കളുടെ ചടങ്ങ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ കേരളീയര് മലയാളികള് നമ്മളെല്ലാവരും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോ അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിലിനി ജാതിയും മതമോ ആരും അങ്ങനെ കമന്റ് ബോക്സിൽ തുപ്പാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട്. അപ്പൊ അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും സാരി ആരാ കൊടുത്തു ചക്കരെ? അമ്മ സാരി കൊടുത്ത് കൊടുത്തതാണ്. സാരിയൊക്കെ കൊടുത്തത് ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചക്കരന്റെ കോസ്റ്റ്യൂം. അപ്പൊ ചക്കരനത് കണ്ടു, മോളെ കോസ്റ്റ്യൂം കണ്ടു. നിങ്ങള് എന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു കൊടുക്കുക. ചക്കര എന്റെ കോസ്റ്റ്യൂം ഇതാണ് എന്റെ കോസ്റ്റ്യൂം കേട്ടോ. ഒന്നുമില്ല, ഷർട്ടൊക്കെ മുന്നേ എടുത്ത ഷർട്ടാണ്, കുറേ നാള് മുന്നേ എടുത്ത ഷർട്ടാണ്. അപ്പോ മുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുണ്ട് തന്നെ, പ്രത്യേകിച്ച് മുണ്ട് എടുത്തിട്ടൊന്നുമില്ല, ഉണ്ടായിരുന്നത് തന്നെ വെച്ചിട്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തു. ചക്കരക്ക് ഇത് ഉണ്ടായിരുന്ന തന്നെ അല്ലേടി? ഉമ്മാന്റെ സാരിയാണല്ലേ ഇത്? ഉമ്മാന്റെ 27-28 വർഷം പഴക്കമുള്ള 27-28 വർഷമുള്ള വർഷം പഴക്കമുള്ള സാരിയാണിത്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഉമ്മാന്റെ വയറ്റ് നേർച്ചയ്ക്ക് കൊടുത്ത സാരി കൂടിയാണ്. ഇങ്ങനെ പ്രത്യേകത കൂടി ഈ സാരിക്ക് ഉണ്ട് ചക്കര കൊടുത്തേക്കണതിന്. അപ്പൊ അതിപ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ മരുമകൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ അകത്ത് പോയി. റമീസ് റയാൻ എടുക്കാൻ പോയതാണ്. അപ്പൊ അതെന്താ വന്നുടനെ ഏതാ സൈഡിൽ കൂടെ ഉള്ളോട്ട് കയറി പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും സദ്യ കഴിക്കണ്ടേ? നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണം നമുക്ക്. ഞാനാ ഹാപ്പി ഓണം എവിടെ ഇരിക്കണത്? ഹാപ്പി ഓണം എവിടെ ഇരിക്കണത്? ഹാപ്പി ഓണം. ഗൈസ് അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇല ഇട്ടു, കറികളൊക്കെ വിളമ്പി. അപ്പോൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, വെള്ളപ്പച്ചടി, ചുവന്ന പച്ചടി, തോരൻ, അവിയല്, ചിപ്സ്, ചക്കര വരട്ടി. ഇനി ഇതിൽ പഴവും പപ്പടവും കൂടി വരുമ്പോൾ കറികൾ ഓക്കെ ആവും. ഓക്കെ. അപ്പൊ ഈ ഒരു ഐഡിയയിലാണ്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ വിളമ്പിയിരിക്കണത്. ഇനി ഇതിലും ഇതിലൊക്കെ വിളമ്പാണ്ട്. ഓക്കെ. ചക്കര കഴിക്കല്ലേ എന്നാ? ഓക്കെ, ഭക്ഷണം കഴിക്കാൻ മാത്രം. എന്തായാലും നമ്മുടെ ഓണം അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും 2026 ഓണം കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ഓണം ഇനിയും ഇനിയുണ്ട് കഴിഞ്ഞിട്ട്. അതായത് ഇന്നിപ്പോൾ തിരുവോണം, ഇത് കഴിഞ്ഞ് അവിട്ടം, നാളെ മറ്റന്നാൾ ചതയം, അങ്ങനെയുണ്ട്. പിന്നെ ഇതിൽ കൂടെ 28ാം ഓണം എന്നുള്ള പരിപാടി കൂടി ഉണ്ട്. അതും ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ രീതിക്കുള്ള ജസ്റ്റ് ഒരു ഓണാഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്തതൊരു സ്പെഷ്യൽ, ഒരു വെറൈറ്റി, ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വരണത്. അപ്പോൾ വീഡിയോ എന്താണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് തന്നാൽ മതി. അതിൽ നമുക്ക് കാണാൻ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ ബൈ.